Namaste, those who are new here, I'm Dr. Susan Kaurath, life psychologist and transformation coach. ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ നമ്മൾ ഒത്തിരി ന്യൂസുകൾ കേൾക്കുന്നുണ്ട്. കുട്ടികൾ ഒത്തിരി ആൻറ്റി സോഷ്യൽ അല്ലെങ്കിൽ ഡീവിയൻ ബിഹേവിയേഴ്സിലായിട്ട് പോയിട്ട് ഒത്തിരി ഒരു ഒരു ക്രിമിനൽ രീതിയിലുള്ള ബിഹേവിയർ പാറ്റേൺസിലേക്കൊക്കെ പോകുന്നു. എംപതി ഇല്ല, ദേ ആർ ബിക്കമിങ് മോർ ത്രെറ്റ് ദാൻ പ്രോമിസ് ഫോർ ദ ഫ്യൂച്ചർ, അല്ലേ? ഫ്യൂച്ചറിലേക്ക് ഒരു പ്രോമിസിങ് ആയിട്ടുള്ള ഒരു 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 ജനറേഷന് പകരം നമുക്ക് കൺസേൺ ഉണ്ടാക്കുന്ന ഒരു ജനറേഷനായിട്ട് മാറുന്നുണ്ടോ എന്നൊരു ഫിയർ എല്ലാവർക്കും ഉണ്ട്. കാരണം പല ന്യൂസുകൾ ഇപ്പോൾ വരുന്നുണ്ട്. അടുത്തയിടെ നമുക്കറിയാം, ഒരു 13-year-old ഗേള് ഒരു നല്ല പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഹോമിസൈഡ്, തൻ്റെ ഗ്രാൻഡ് ഫാദറിനെയൊക്കെ ഫ്രണ്ട്സിൻ്റെ സഹായത്തോടു കൂടി അറ്റാക്ക് ചെയ്തതും എല്ലാം നമുക്കറിയാം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്നോട് ഒത്തിരി പേര് പറയാറുണ്ട്, പേരൻറ്റിങ്ങിനെ പറ്റി വീഡിയോ ചെയ്യണേ മാം എന്ന്. നമ്മുടെ പേരൻറ്റിങ് എന്ന് പറയുന്നത് നമ്മളുടെ അപ്പ് പേരൻറ്റിങ് ആണ്. യുണീക്ക്നെസ് ആൻഡ് പ്ലാസ്റ്റിസിറ്റി ബേസ്ഡ് ആയിട്ടുള്ള പേരൻറ്റിങ് അപ്രോച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. അവിടെ പേരൻസ് എന്ന് പറയുന്ന ആ വ്യക്തികൾ അതാരാണ് എന്നുള്ളതാണ് നമ്മളൊന്ന് നോക്കുന്ന കാര്യം. ഓക്കെ, അപ്പോൾ അതിന് നമ്മളുടെ ലിസൺ മാം ആൻഡ് ഡാഡ് ഐ എം യുവർ ടീൻ സ്പീക്കിംഗ് എന്നുള്ള ഈ ബുക്ക്, ഇതിനകത്തു നിന്നുള്ള ഒരു പേരൻറ്റിനെ പറ്റിയുള്ള ഡെഫിനിഷൻ നമ്മൾ കൊടുക്കുന്നത് നമുക്ക് നോക്കാം. ഒരു പേരൻ്റ് നമുക്കറിയാം, there is biological parent and nurturing parent. ബയോളജിക്കൽ പേരൻ്റ് എന്ന് പറയുന്നത് ആരാണോ ജന്മം കൊടുക്കുന്നത് അവരായിരിക്കും. അവർ തന്നെ ചിലപ്പോൾ നർച്ചറിങ് പേരൻ്റ് ആകാം, അതല്ലെങ്കിൽ വേറൊരാളാകാം. ഇന്ന് 13-year-old കുട്ടിയുടെ നർച്ചറിങ് ആയിട്ട് വന്നത് അതിൻ്റെ ഗ്രാൻഡ് പേരൻസ് ആയിരുന്നു. അപ്പോൾ അതിനകത്തുണ്ടായ ഡിസിപ്ലിനിങ്ങിലും പല കാര്യത്തിലുണ്ടായ ഇഷ്യൂസിലായിരിക്കാം അങ്ങനെ ഒരു സംഭവം നടന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ഹൂ ഇസ് ട്രൂലി എ പേരന്റ് എന്ന് പറയുന്നത് ആരാണെന്ന് നോക്കിക്കഴിയുമ്പോൾ I'll just take from this book. Okay, this book is the first book that I have written. ഒരു തൗസൻഡ്സോളം ടീനേജേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ശേഷം ഞാൻ എഴുതിയ ബുക്കാണ് ഇത്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പേരന്റ് ആൻഡ് ടീൻ ബുക്കാണ്. രണ്ടു പേർക്കും ഒരുപോലെ യൂസ്ഫുൾ ആകുന്ന ഒരു ബുക്കാണ്. അതിനകത്ത് പറയുന്നത് പേരന്റ് ഇസ് ദ ലീഗൽ ഗാർഡിയൻ ഓഫ് ദ ചൈൽഡ്. പേരന്റ് എന്ന് പറയുന്നത് ലീഗൽ ഗാർഡിയൻ ആണ്. അത് ജന്മം കൊടുത്തു എന്ന് പറഞ്ഞ് മാത്രമല്ല ഒരാൾ പേരന്റ് ആകുന്നത്. ദ പേരന്റ് ഈസ് ദ ലീഗൽ ഗാർഡിയൻ. കുട്ടികൾ എന്ത് ചെയ്യുന്നു അതിന് ലീഗലി ഉത്തരവാദിത്തപ്പെട്ടവരാണ് പേരൻസ്. പേരന്റിങ് റെഫേഴ്സ് ടു ദി ആസ്പെക്ട്സ് ഓഫ് റേസിംഗ് എ ചൈൽഡ്. Rearing a child is the process of promoting and nurturing the physical, emotional, social, financial, intellectual, cognitive, and psychological development of a person ഫ്രം ഇൻഫൻസി ടു അഡൾട്ട്ഹുഡ്. അപ്പോൾ ഒരു കുട്ടിയെ അഡൾട്ടായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉത്തമ ഒരു പൗരനായിട്ട് എത്തിക്കാനായിട്ട് നമ്മൾ ഇൻഫൻസി മുതൽ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ആ വ്യക്തിയാരോ ആ ഒരു വ്യക്തി ഡിപ്പെൻഡൻ്റ് ആയ ഒരു പേരൻറ്റിനെ ഡിപ്പെൻഡ് ആയിട്ടിരിക്കുമ്പോൾ അതിൻ്റെ ചൈൽഡ്ഹുഡിൽ അതിൻ്റെ ഇൻഫൻസി സ്റ്റേജ് മുതൽ അത് അഡൾട്ട് ആകുന്നിടം വരെ അയാളുടെ ലീഗൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ആള്, അതാണ് നമ്മൾ പറയുന്ന ഈ പേരന്റ് എന്ന് പറയുന്നത്. അപ്പോൾ പേരന്റ് എന്ന് പറയുന്ന ആൾക്ക് ഒത്തിരിയേറെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഈ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം നമുക്ക് അറിയണം. അതുപോലെ തന്നെ നമ്മൾ ഈ ഓരോ ഏരിയാസിലും ഒരു കുട്ടിയെ ഡെവലപ്പ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരാളായിരിക്കണം. എങ്കിൽ മാത്രമേ പേരന്റ്ഹുഡിലേക്ക് ഒരാൾ എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. നമുക്കറിയാമല്ലോ, ഇപ്പം നമ്മൾ കുട്ടിയുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്, അല്ലെ കുട്ടിയുടെ കോഗ്നേറ്റീവ് ഡെവലപ്മെന്റ്, കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റ്, സൈക്കോ സോഷ്യൽ വെൽബീയിങ്, ഇങ്ങനെ ഓരോ കാര്യങ്ങളും നോക്കുമ്പം നമുക്കറിയാം നമുക്ക് ചിലപ്പോൾ അതിനകത്ത് പെർട്ടിക്കുലർ ആയിട്ടൊരു കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ തന്നെ അസസ് ചെയ്ത് നോക്കണം. നമ്മൾ ഏത് ജോലിക്ക് ഇറങ്ങി, നിങ്ങളൊരു സാധാ ഒരു ജോലിക്ക് ഇറങ്ങിയാൽ പോലും അതിനകത്ത് നിങ്ങൾക്ക് കേപ്പബിലിറ്റി ഇല്ലെങ്കിൽ ആ ജോലി പ്രോപ്പറായിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. അപ്പൊ ഇവിടെ ഒരു പേരന്റ് എന്ന് പറയുന്ന ആള് നമ്മൾ നോക്കുമ്പോൾ പലരും അവരുടെ ഒരു പാർട്ട്ണറുമായിട്ടുള്ള ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ നിന്നും ഒരു കുട്ടി ഉണ്ടാകുന്നു, അതിനെ അവർ വളർത്തുന്നു. അവർക്ക് എങ്ങനെയാണ് ഈ കുട്ടിയെ വളർത്തുന്നത് പോലും നമുക്ക് പലപ്പോഴും അറിയാൻ മേലാത്ത രീതിയിലാണ് പലരും കുട്ടി അങ്ങ് വളരും, ഇതൊക്കെ പണ്ടാരെങ്കിലും ഒക്കെ ചെയ്തിട്ടാണോ എന്ന് ചോദിച്ചാൽ ആ കുട്ടിയുടെ ചുറ്റും ഒത്തിരി പേരുണ്ടായിരുന്നു ആ കുട്ടിയെ ഗൈഡ് ചെയ്യാനും വളർത്തിക്കൊണ്ടുവരാനും. ഇന്ന് നിങ്ങൾ പേരൻസ് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ആരും അവിടെ അവൈലബിൾ അല്ല ആ കുട്ടിക്ക്. അതുകൊണ്ട് തന്നെ യു നീഡ് ടു ബി വെരി കെയർഫുൾ വെൻ യു ആർ റേസിംഗ് എ ചൈൽഡ്. ആൻഡ് വെൻ യു നോ ദാറ്റ് നിങ്ങൾക്ക് ഇതെല്ലാം കപ്പാസിറ്റി ഉണ്ട് ഒരു പേരന്റ് എന്നറിഞ്ഞാൽ മാത്രമേ
നിങ്ങൾ ആ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ആ ഒരു ജോബിലേക്ക് നിങ്ങൾ സ്റ്റെപ്പ് എടുത്ത് വെക്കാവൂ. അല്ലാതെ നിങ്ങൾ സ്റ്റെപ്പ് എടുത്ത് വെക്കരുത്. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്കത് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറയും, നമ്മൾ കുട്ടികളെ സ്കൂളിൽ വിടുമ്പോൾ പഠിപ്പിക്കുമ്പോൾ നമ്മളിപ്പോൾ സ്കൂളിൽ വിട്ട് എന്തിനാണ് പഠിപ്പിക്കുന്നത്? നമുക്കറിയാം, നമുക്ക് മാത്സ്, സയൻസ്, സോഷ്യൽ ഇതെല്ലാം നമുക്കറിയാമെങ്കിൽ നമ്മൾ വീട്ടിലിരുന്ന് പഠിപ്പിച്ചാൽ മതി അല്ലേ? നമുക്കറിയാമല്ലോ, അപ്പോൾ നമുക്ക് പഠിപ്പിച്ചാൽ മതി. പക്ഷേ വൈ വി ആർ സെൻഡിങ് ദ കിഡ്സ് സ്കൂൾ, അല്ലെങ്കിൽ നമ്മൾ ട്യൂഷൻ ഏർപ്പെടുന്നു? ബിക്കോസ് വി ഡോണ്ട് നോ ഹൗ ടു ടീച്ച് ദ ചൈൽഡ് ഓരോ കാര്യങ്ങൾ. എന്ന് പറഞ്ഞ പോലെ ജീവിതത്തിന്റെ ആ ലൈഫ് ലിറ്ററസി, ആ ലൈഫ് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഒരാളെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ ഒരാളുടെ ഹെൽപ്പ് സീക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്ന് പലപ്പോഴും കുട്ടികൾ കറക്റ്റായിട്ടുള്ള ഒരു ഗൈഡൻസിൽ വരാത്തത് കൊണ്ട് തന്നെ വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഏത് സിറ്റുവേഷനെയും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു കുട്ടിയെ ഒരു പേരന്റ് വളർത്തിക്കൊണ്ട് വരണം. കാരണം അവനെ നമ്മൾ ഫ്യൂച്ചറിലേക്കാണ്, ഒരു ഫ്യൂച്ചർ റെഡി ആക്കിയിട്ടാണ് ഒരു കുട്ടിയെ നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നത്. അവൻ്റെ ജീവിതത്തിൽ പീസ്, ഹാപ്പിനെസ്, പ്രോഗ്രസ് ഉണ്ടാകുക. ഒരു അബ്യൂസിനും നിന്ന് കൊടുക്കാൻ പറ്റാതെ, ആരെയും അബ്യൂസ് ചെയ്യാതെ ആ രീതിയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് വളർന്നു വരാൻ ഹെൽപ്പ് കൊടുക്കുക എന്ന് പേരന്റ് ചെയ്യണം. അതുപോലെ തന്നെ അവർ ലീഗലി റെസ്പോൺസിബിളുമാണ്. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഡിസിഷൻസ്, ഓട്ടോണമി, ഏജൻസി, ഇതെല്ലാം നമ്മൾ അറിയണം. കുട്ടികൾക്ക് ക്രിട്ടിക്കൽ തിങ്കിങ്, അവരുടെ ജീവിതത്തിൽ അവരുടെ ഇന്റലക്ച്വൽ കോമ്പറ്റൻസ്, അവരുടെ കോഗ്നിറ്റീവ് കോമ്പറ്റൻസ്, അവരുടെ ഇമോഷണൽ കോമ്പറ്റൻസ് എല്ലാം തന്നെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് കൊടുക്കാൻ ഒരു പേരന്റിന് പറ്റണം. അതല്ല എന്നുണ്ടെങ്കിൽ അവർ വേറെ ആരെയെങ്കിലും തീർച്ചയായിട്ടും അങ്ങനെ കേപ്പബിൾ ആയിട്ടുള്ളവരെ ഏൽപ്പിക്കുകയും കുട്ടികളെ ഉത്തമരായിട്ടുള്ള പൗരന്മാരായിട്ട് വളർത്തിക്കൊണ്ട് വരാനും നമുക്ക് സാധിക്കണം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും വളരെ മനോഹരമായി ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതിന് ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.